കൂട്ടായ്മയിൽ ആ സ്തോത്രകാഴ്ചയുടെ വഞ്ചി എന്ന് പിടിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വെച്ചടി കണ്ട അത് സത്യമാണ്. കാര്യം ദൈവിക ശുശ്രൂഷ ആര് ചെയ്യുന്നോ അത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് ദൈവനമ്പുരാൻ അനുഗ്രഹം നൽകും, അതിന് സംശയമില്ല. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം കൂടുതലായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അവരുടെ കുടുംബജീവിതം കൂടുതൽ ധന്യമാവട്ടെ. ഈ ദാസിയെ നന്ദിയോടെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ആശംസയും കുടുംബത്തിൻ്റെ ആശംസയും കൂട്ടായ്മയുടെ ആശംസയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കൂടുതൽ പറയാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നമുക്കൊരു സഹോദരനും എല്ലാത്തിനും ഈ പേരിൽ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടും എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും വിളിക്കാവുന്ന ഒരു അച്ചായനുമാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് അച്ചായൻ ഒരു ആശംസയാണ്. അപ്പം എല്ലാവിധ ആശംസകളും 25 വർഷം പൂർത്തിയായ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം ധാരാളമായി ജേക്കബ് അച്ചാനെ അനുഗ്രഹിക്കട്ടെ. പോകുന്ന വഴികളിലും മുമ്പോട്ടുള്ള ജീവിതത്തിലും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിച്ചു. അവരുടെ കുടുംബ ജീവിതത്തിൽ ധാരാളമായി അനുഗ്രഹങ്ങളുടെ പൈനങ്ങളെയൊക്കെയും ദൈവം നൽകി. അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ദൈവം മാനിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അറിയിക്കുന്ന പുതിയ വർഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 25 വർഷം വിവാഹ ജീവിതത്തിൽ ആഘോഷിക്കുന്ന പ്രിയ ജേക്കബ് അച്ചാനെ കുടുംബമായിട്ട് ഞങ്ങളെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യും. അറിയട്ടെ. 25 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുത്ത ജേക്കബിനും മരുവിനെയും സമത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വന്നു ചോദിച്ചാൽ നമുക്ക് ബന്ധമുണ്ട്, കുടുംബമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ അവൻ്റെയും പിതാവിൻ്റെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധമുള്ളതാണ്. ദൈവം എല്ലാവരും നമ്മളാൽ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ അവിടെ പോകാനിടയായി. അതിനൊക്കെ സംസാരിക്കാൻ ഇടയായി. അതിന് ദൈവം ഓരോ നിമിത്തങ്ങളാണ്. കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവിധമായ ആശംസയും എൻ്റെ കുടുംബത്തിനെ സമർപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ഭാഗത്തിൽ ഞാൻ തന്നെ ആശംസ പറയാമെന്ന് വിചാരിക്കുന്നു. 25 വർഷം പൂർത്തിയാക്കുന്ന വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്ന ജേക്കബ് അച്ചാനും മനുവിനോടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. പുതിയ വർഷം കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും പ്രാർത്ഥനകളും മുന്നോട്ട് പോകാനൊക്കെയുള്ള ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ജേക്കബ് അച്ചാൻ നമ്മുടെ പേരൻ ഗ്രൂപ്പിൽ കണക്റ്റസിയാണ് ജേക്കബ് അച്ചാൻ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് മുതൽ ഇന്നുവരെയും ഞങ്ങൾ നാട്ടുകാരും കൂടാണ്. അപ്പം ആ സ്നേഹബന്ധം തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഏറ്റവും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ഇന്നുവരെയും പോകാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ബന്ധങ്ങളും ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേം പറഞ്ഞതുപോലെ ഏത് സമയത്തും ആർക്കും വിളിക്കാവുന്ന ഒരു നമ്പറാണ് ജേക്കബ് അച്ചാൻ്റെ നമ്പർ. അത് പ്രത്യേകിച്ച് നമ്മുടെ KTFന് വലിയൊരു മുതൽക്കോട്ടാണ് ജേക്കബ് അച്ചാൻ. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളോട് സ്തോത്രം. ചെയ്യുന്ന നന്മകളൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണ് പ്രതികരിക്കാൻ പോകുന്നത്. അല്ലെ, നമ്മൾ മറുനാട്ടിൽ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ അത് കുഞ്ഞുങ്ങളിൽ കൂടെ കാണുവാനായിട്ട് ദൈവം സഹായിക്കും. അതിനൊക്കെ ദൈവകുടുംബമായി അനുഗ്രഹിക്കട്ടെ. കൊടുത്തത് പ്രധാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. മുന്നിലുള്ള നാടുകൾ ഏറ്റവും അനുഗ്രഹത്തോടെ പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ജേക്കബ് അച്ചാൻ അറിയിച്ചു. സഹായിച്ചതിനകത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞാൻ അല്ലാതെ വിഷ് ചെയ്യാൻ മറന്നുപോയതല്ല, പിന്നെ വിഷ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വിളിച്ചോ ആണ് മെസ്സേജ് ലെറ്റർ അയക്കാറുള്ളത്. അപ്പം വിളിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. ക്ഷമ ഒരുക്കുന്നു. ജേക്കബ് അച്ചാനെ ഒരു ബ്രദറിനെ പോലെ ഏതാവശ്യത്തിലും കൂടെ ഇരിക്കാൻ ഉപയോഗിക്കുക. ജേക്കബ് അച്ചാനെ ഓർത്ത് നമ്മളോട് സ്തുതിക്കുക. അതിനൊക്കെ ഒരു മനസ്സിലുണ്ട്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല. പിന്നെ പറഞ്ഞു കാണിക്ക പിടിക്കാൻ വേണ്ടി ഉയർച്ചയാണ്. അത് കൈമാറാൻ വല്ലതും പ്ലാനുണ്ടോ എന്നറിയില്ല. പിന്നെ മനുഷ്യേച്ചിക്കും എൻ്റെ സകലവിധ ആശംസകളും ഞാൻ നേരുന്നു. കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അടിക്കടിക്ക് ഇനിയും ഉയർന്നു എന്ന് കേൾപ്പാനൊപ്പം ദൈവം സഹായിക്കട്ടെ. സകല നന്മകളെ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സകല ആശംസകളും ജേക്കബ് അച്ചാനും മനുഷ്യേച്ചിക്കും അറിയിക്കുന്നു. ജേക്കബ് അച്ചാനും മനുഷ്യേച്ചിക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം ഇനിയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതുവരെയും ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട്
നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാം. കാരണം ഞാൻ പലപ്പോഴും അതിനൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത്. ആ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് എന്റെ അടുത്ത് ഒരു ദിവസം പറയുകയാണ്, നീ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? വന്നു. അപ്പൊ എന്റെ അടുത്ത് ആദ്യം ജേക്കബച്ചൻ പറഞ്ഞത് ഞാൻ ഇന്ന് മറക്കാത്തൊരു കാര്യം, നിങ്ങളെ പോലുള്ള ആരാധനക്രമമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ പരിചിതമായിരിക്കത്തില്ല. ശരിയാണ്, ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഇതൊന്നും പരിചിതമായിരുന്നില്ല. ഇപ്പോഴും പരിചിതമാണെന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ ആരാധനക്രമമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അത് വിടാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ പ്രദേശത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിടാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ജേക്കബച്ചൻ ഒരാൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ജേക്കബച്ചൻ എന്നാണ് അന്ന് മുതൽ ഇന്ന് വരെ എന്ത് കാര്യവും ഞങ്ങൾ എന്ത് തുറന്നു പറയാനായിട്ടും ഏത് സമയത്ത് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നേരുകയാണ്. അതായത് 25 വർഷം വെറുതെ അല്ല, 25 വർഷങ്ങള് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. താങ്ക് യു. 25 കൊല്ലം വിവാഹവാർഷികം ആഘോഷിക്കുന്ന എൻ്റെയും എല്ലാവരും ആശംസകളും നേരുന്നു. അതുപോലെ കണ്ടപ്പോൾ അന്ന് മുതൽ ജേക്കബ് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇന്നുവരെയും എല്ലാ ആവശ്യങ്ങൾക്കും ജേക്കബ് കൂടെ ഇരുന്ന് പണി നടത്തുന്നു. ഏത് സമയത്തും വിളിക്കാനും ഇങ്ങോട്ടും പറയും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെ ജേക്കബിനെ പരിചയപ്പെടുവാനും സ്നേഹബന്ധത്തിലായിരിക്കാനും ഒക്കെ ദൈവം തരുന്ന എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ജേക്കബ് എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വർഷം നല്ല ദൈവം ആയുസ് തരുന്നു. ദൈവത്തിനോട് അനുഗ്രഹിപ്പിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതൊന്നും പ്രതീക്ഷിക്കുന്നതാണ്. എന്നാലും എല്ലാ പ്രാവശ്യം ഞാനാണ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാലും 15, 20, 25 ഈ വർഷം അതിലുപരി കേട്ട എല്ലാം നല്ല നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഞാൻ രേഖപ്പെടുത്തുന്നതാണ്. തുടർന്നും എന്നെ കുടുംബത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നു, ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ AKBയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം പറയാനോ വചനം പറയാനോ ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും കൂട്ടായ്മയുടെയും സംസർഗത്തിലായിരിക്കുന്നത് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആയത്. ദൈവത്തെ അറിയാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാനെങ്കിലും കഴിഞ്ഞത് തീർച്ചയായിട്ടും AKBയിൽ വന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളോട് എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ റാക്കയിലായിരുന്നപ്പോഴും എൻ്റെ വണ്ടിയെ ഒന്ന് വിളിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഓരോരുത്തരും സഹായം ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ വന്നാണ് എൻ്റെ ഒരു മുതൽ കൂട്ടായ്മ. നാട്ടിലും അവൾ പറയും ആങ്ങളമാരും പെങ്ങന്മാരും ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്താ കൂട്ടായ്മ ഇഷ്ടം പോലെ പെങ്ങന്മാരും ആങ്ങളമാരൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ സഹോദരന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇനിയും വേണ്ടി പ്രാർത്ഥിക്കണം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് തന്ന ഈ ഉപഹാരം ദൈവനാമത്തെ സ്വീകരിക്കുന്നു. സന്ദർശിക്കുന്ന ദൈവം എല്ലാവരെയും കാത്തുപരിപാലിക്കുകയും സന്ദർശിക്കുകയും ചെയ്യുവാനാണ് ഹൃദയത്തിൻ്റെ അടുത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും.